السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله. صلى الله على سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم عليه وعلى آله أفضل الصلوات وأزكى التسليم. മഹത്തായ ഈ സനദ്ദാന 15ാം വാർഷിക സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, ഈ സ്ഥാപനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഇതിൻ്റെ സാരഥി, സർവർക്കും ആദരണീയനും ബഹുമാന്യനുമായ ബഹുമാനപ്പെട്ട ചെമ്പരിക്ക അബ്ദുൽ ഖാദർ ഉസ്താദ് അവർകൾ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അബ്ദുൽ ഷക്കൂർ ഖാസിമി ഉസ്താദ്, ഇ പി അബൂബക്കർ ഖാസിമി, സിദ്ദീഖ് ഉസ്താദ്, എൻ ഇബ്രാഹിം മൗലവി അടക്കം വേദിയുടെ മുൻനിരയിലിരിക്കുന്ന ആളുകളെ മാത്രം ഞാനൊന്ന് പരാമർശിച്ചതാണ്. അതോടൊപ്പം നമ്മുടെ പ്രിൻസിപ്പൽ ഉസ്താദ്, എല്ലാ ആദരണീയ വ്യക്തിത്വങ്ങളെയും പണ്ഡിതന്മാരെയും, വേദിയിൽ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും ആദരണീയരായ ഈ മഹാസംരംഭത്തിൻ്റെ സഹകാരികളെയും സഹായികളെയും, ഈ മഹാസംഭവത്തിൽ പങ്കാളികളായി പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്ന സമുദായ നേതാക്കന്മാരെയും ജനനേതാക്കന്മാരെയും എല്ലാം ഏറെ ആദരവോടുകൂടി അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുക. അബ്ദുൽ കരീം സിറ്റി ഗോൾഡ് സ്റ്റേജിലേക്ക് വരണം. അതോടൊപ്പം സദസ്സിലുള്ള ഏറ്റവും ആദരണീയരായ മുത്തഅല്ലിമുകളെ, ഉലമാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ തുടക്കം കുറിക്കപ്പെട്ട അതിമഹത്തായ അന്നൂർ എന്ന് പറയുന്ന ഈ പ്രകാശ ഗോപുരം, അതിൻ്റെ വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി താണ്ടി ഇന്ന് അൽഹംദുലില്ലാ ഇസ്ലാമിക കൈരളിക്ക് മാത്രമല്ല ലോകത്തിനാകെയും പരിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പ്രചാരകന്മാരും പ്രബോധകരും പ്രഭാഷകന്മാരുമൊക്കെയായി മനുഷ്യത്വത്തിൻ്റെ മഹിതമായ സന്ദേശം ലോകമാകെ പ്രചരിപ്പിക്കുന്ന ധാരാളം ദശക്കണക്കിന് പണ്ഡിതന്മാരെ, ഹുഫാദുകളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ വലിയ ദൗത്യ നിർവഹണത്തിൻ്റെ പാതയിൽ പ്രവാചക പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു മഹത്തായ സ്ഥാപനത്തെ പരിപൂർണമായും സംരക്ഷിക്കുകയും നിലനിർത്തുകയും അതിൻ്റെ സാരഥികൾക്ക് അള്ളാഹു തആല ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ കരുത്ത് പകരുകയും അതിനോട് സഹകരിക്കാൻ മനസ്സിൽ ഈമാനിൻ്റെ നന്മയുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പരിശുദ്ധമായ ഖുർആൻ അധിഷ്ഠിതമായ പഠനമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ ഏകതയുടെ സന്ദേശമാണ്. മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മഹത്തായ ദർശനമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നതെങ്കിൽ വിശ്വാസത്തിനെല്ലാം അപ്പുറത്ത് പോലും മനുഷ്യരെ
ജാതിക്കപ്പുറത്തായി, ജാതിയായി കാണാതെ എല്ലാ ചിന്തകൾക്കും, വിഭാഗീയമായ എല്ലാ ചിന്തകൾക്കും അതീതമായി മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ ദർശനം ഈ ലോകത്ത് പങ്കുവയ്ക്കപ്പെടുന്ന മഹിതമായ സ്ഥാപനമാണ് ഇത്തരം സ്ഥാപനങ്ങൾ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നാണ് പറയുന്നത്. ഒരേ മാതാപിതാക്കളുടെ മക്കളായി ഈ ലോകത്ത് വന്നവരാണ്, ജന്മമെടുത്തവരാണ് മുഴുവൻ മനുഷ്യരും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന ഒരു ഗ്രന്ഥം, അത് മനുഷ്യരെ ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന സന്ദേശമാണ്. ഈ ലോകത്ത് മനുഷ്യരെ വിഭാഗീയതയുടെ പേര് പറഞ്ഞ് ചേരിതിരിക്കാൻ ലോകം മുഴുവൻ ശ്രമിക്കുമ്പോൾ വംശീയമായി, വർഗീയമായി, ദേശീയമായി, ഭാഷാപരമായൊക്കെ മനുഷ്യനെ വേർതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങൾ ലോകത്ത് കൊടുമ്പിരി കൊള്ളുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ലോകത്തിൻ്റെ കൈവശം എന്തുണ്ട് ആയുധം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നൽകുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ മാത്രമാണ്. മനുഷ്യർക്കിടയിൽ ഒരു ഉച്ചനീചത്വമില്ല എന്നും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ തുല്യരാണ് എന്നും ഒരമ്മ പെറ്റ മക്കളാണ് എന്നും ഈ ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു ദർശനമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ മാനവികതയെ സംബന്ധിച്ചുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ നമ്മൾ എത്രമാത്രം പറഞ്ഞാലും ലോകത്ത് മനുഷ്യത്വം ഉണ്ടാകണമെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ സന്ദേശം മനുഷ്യ മനസ്സുകളിൽ ഇറങ്ങുക തന്നെ വേണം. ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ഒരു വാപ്പയുടെ ഉമ്മയുടെയും മക്കളെന്നാണ്. മിൻ ദക്കരിൻ വ ഉൻസ. നിങ്ങൾ പുറകോട്ട് സഞ്ചരിച്ചാൽ, ഞാൻ ചിലപ്പോഴൊക്കെ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ആ കുടുംബ സംഗമങ്ങളിൽ അവർ പറയും 2 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഈ നാട്ടിൽ വന്ന് താമസിച്ച ഇന്ന വാപ്പയുടെയും ഇന്ന ഉമ്മയുടെയും മക്കളാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് 1000 പേരെങ്കിലും വലിയൊരു ഹാള് നിറഞ്ഞിരിക്കും. ഈ 1000 പേര് ഇപ്പം നിറഞ്ഞിരിക്കുന്ന ആളുകൾ 2 നൂറ്റാണ്ട് പുറകോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു വാപ്പയിൽ ഒരു ഉമ്മയിൽ സന്ധിക്കുകയാണ്. ഇതിങ്ങനെ പുറകോട്ട് ഓരോ കുടുംബവും അതിൻ്റെ അടിവേരുകൾ തേടിപ്പോയാൽ അത് ചെന്ന് മുട്ടുന്നത് ഒരു വാപ്പയിലാണ്, ഒരു ഉമ്മയിലാണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യർ യഥാർത്ഥത്തിൽ ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് എന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ സന്ദേശത്തെ ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ആൾക്കും ഉൾക്കൊള്ളാൻ കഴിയേണ്ടതാണ്. ഞാനിത് പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആൻ മനുഷ്യത്വത്തിന് വലിയ വില കൽപ്പിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ മനുഷ്യരെ എന്ന അഭിസംബോധനയാണ്. ഇവിടെ ബഹുമാന്യനായ ഉസ്താദ് അവർകൾ ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംഗമം സൗഹാർദ്ദ സംഗമമാണ്. സൗഹാർദ്ദ സംഗമം എല്ലാ വിഭാഗം ജനങ്ങളെയും മനുഷ്യരാണെന്ന ഒരേ ഒരു പരിഗണനയുടെ പേരിൽ ഒരുമിച്ചിരുത്താനും സ്നേഹം പങ്കുവയ്ക്കാനും വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചതും. ഇതിനു മുമ്പുള്ള സെക്ഷൻ അതിനുവേണ്ടി മാത്രം സംഘടിപ്പിക്കപ്പെട്ടതാകാനുള്ള കാരണം എന്താ? പരിശുദ്ധമായ ഖുർആനിന്റെ പ്രേരണ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്, ഖുർആൻ ലോകത്തിന് പകർന്നു നൽകുന്ന ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യമെങ്കിൽ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ വക്താക്കൾക്ക് അള്ളാഹുവിൽ ഏകനായ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മഹാനായ പ്രവാചകനെ ഏക നബിയായി, പ്രവാചകനായി അംഗീകരിക്കുന്ന, അന്ത്യപ്രവാചകനായി മാനിക്കുന്ന, പരിശുദ്ധ ഖിബലയെ ദിശയാക്കുന്ന പരിശുദ്ധമായ ഖുർആനിനെ ഏക മാർഗദർശനമായി പരിഗണിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പക്ഷേ അവരുടെ വിശ്വാസികൾക്കിടയിൽ പരസ്പരം കണ്ടുകൂടാ, തൊട്ടുകൂടാ എന്ന് വന്നാൽ അവർ ഉൾക്കൊള്ളുന്ന ഖുർആൻ എന്താണ് എന്നാണ് ഞാൻ ചിന്തിക്കാനും പറയാനും ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര ഖുർആൻ ദർസുകളും എത്ര പള്ളിക്കൂടങ്ങളും എത്ര അറബി കോളേജുകളും കേരളക്കരയാകെ തഴച്ചു വളർന്ന് ആയിരങ്ങൾക്ക് തലപ്പാവണിയിച്ച് നമ്മൾ സ്ഥാനവസ്ത്രം കൊടുത്തു വിട്ടാലും മനുഷ്യരെ മുഴുവനും വിശ്വാസത്തിന് പോലും അതീതമായി ഒന്നായി കാണാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ഒരു ഖുർആനെ പഠിപ്പിക്കുകയും അതിൻ്റെ അന്തസത്തയെ അല്പമെങ്കിലും അവർ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വാസികളായ സമൂഹങ്ങൾക്കിടയിൽ തീണ്ടലും തൊടിയിലും വെച്ച് പുലർത്താൻ കഴിയുകയില്ല എന്ന കാര്യം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ 1000 ദർസുകൾ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്ന ആളാ.
പുറത്ത് മുസ്ലിമീങ്ങളല്ലാത്ത സഹോദരങ്ങൾക്കിടയിൽ വലിയ സ്നേഹപ്രകടനങ്ങൾ നമ്മുടെ ആളുകൾ നടത്താറുണ്ട്. തീർച്ചയായും അത് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ആത്മാർത്ഥതയാണെങ്കിൽ അകത്തുള്ളവരോടും ഉണ്ടാകേണ്ട ആ സ്നേഹം. അകത്തില്ലാത്ത സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കുന്ന കപടമാണെന്ന് മനസ്സിലാക്കാൻ ആർക്കാ കഴിയാത്ത? അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മളോട് പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ അനുസരിക്കുന്നവനായല്ല നിങ്ങൾ മരിച്ചു പോയേക്കരുത്. അല്ലാഹുവിന്റെ അനുസരണത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നിങ്ങൾ ആരും മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാ, വലാ തകൂനു കല്ലദീന തഫറഖു. നിങ്ങൾ ഭിന്നിച്ച ജനങ്ങളെ പോലെ ആകരുത്. ഭിന്നിപ്പ് പാടില്ല എന്ന് ഈ ലോകത്തോട് പറയുന്നതിന് മുമ്പേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ആയത്ത് ഏതാണെന്നറിയോ? ഖുർആനിൽ അള്ളയെ തഖ്വ ചെയ്യാൻ പറയുന്ന ഏറ്റവും ശക്തിയുള്ള ആയത്ത് അതിന്റെ തൊട്ടു മുമ്പിൽ അള്ളാഹ് വെച്ചേക്കണേ. അള്ളയെ പേടിക്കുന്നവന് മാത്രമേ ഭിന്നിക്കാതിരിക്കാൻ പറ്റൂ എന്നർത്ഥം. അല്ലാതെ പടച്ചവനെ പേടിയില്ലാതെ എന്തെല്ലാം വേഷം കെട്ടിയിട്ടും പടച്ചവനെ പേടിയില്ലാത്ത തഖ്വയില്ലാത്തവന് ഭിന്നിപ്പിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയില്ല എന്ന് പടച്ചവൻ പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കേണ്ടതുപോലെ പേടിക്കുക എന്ന് പറഞ്ഞിട്ട് വലാ തകൂനു കല്ലദീന തഫറഖു എന്ന് അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾ ഭിന്നിക്കുന്നവരാകരുതെന്ന് പോലും അല്ലാഹു തആല പറഞ്ഞില്ല, ഭിന്നിച്ചവരെ പോലെ ആകരുതെന്ന. ഭിന്നിപ്പിന്റെ കുറെ മാതൃകകൾ മുൻകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ ലോകത്തിന് വരുത്തി വെച്ച വമ്പൻ ദുരന്തങ്ങൾ, അപകടങ്ങൾക്ക് ചരിത്രം സാക്ഷിയാ. അവരെ പോലെ നിങ്ങളാകരുത്. അവരിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹാപാതകത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് നമ്മെ പഠിപ്പിക്കാൻ നമുക്ക് ഖുർആനേ ഉള്ളൂ. പക്ഷെ എന്താ അത് സംഭവിക്കാത്ത? പഠിപ്പിക്കലുകൾ ധാരാളം നടക്കുന്നുണ്ട്, ഖുർആൻ പഠനം വളരെ കമ്മിയാണ്. നമ്മുടെ അറബിക് കോളേജുകൾ, ദർസുകളിലൊക്കെ ഫിഖ് സർഫുണ്ട്, നഹ്വുണ്ട്, ഫിഖ്ഹുണ്ട്, ഉസൂല് ഫിഖ്ഹുണ്ട്, ഉസൂലുൽ ഹദീസ് ഉണ്ട്, ഖുർആനും ഉണ്ട് മേമ്പൊടിക്ക്. ഹദീസും ഉണ്ട് മേമ്പൊടിക്ക്. ഈ ഖുർആനും ഹദീസും പഠിക്കാൻ വേണ്ടിയിട്ട്, ഇവനെ കരുത്തനാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ആയുധമാണ്, ഉപകരണമാണ് ഈ പഠിപ്പിക്കപ്പെടുന്ന നഹ്വും സർഫും ഒക്കെ, മന്തിഖും മആനിയും ഒക്കെ എന്ന് തിരിച്ചറിയാതെ ഇതെല്ലാം പഠിച്ച് ഞാൻ മന്തിഖിൽ മാഹിറ, ഞാൻ വലിയ ഒരു പണ്ഡിതനെ, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, വലിയ ഒരു പണ്ഡിതനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് മന്തിഖാണ് വലിയ ഇഷ്ടം, മന്തിഖാണ് എനിക്ക് ഏറ്റവും ഇഷ്ട വിഷയം. പക്ഷെ ഇപ്പം ഇത്തിരി ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് തഫ്സീറ എടുക്കണമെന്ന്. പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാൻ ആ പേര് പറയണില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം തർക്കശാസ്ത്രമാണ്. ഭിന്നിപ്പിക്കുന്ന പ്രത്യയ ശാസ്ത്രത്തിനൊക്കെ നമ്മുടെ ആളുകൾ നേതൃത്വം നൽകുമ്പോൾ ഒരു വലിയ സംഘടനാ നേതാവാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനത്തോടെ തന്നെ പറയാം. പക്ഷെ എനിക്ക് ആ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തെ അന്നേരവും ഇന്നേരവും ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ എന്ന് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലൊരു വല്ലാത്ത കുത്തലായി തോന്നുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം, എൻ്റെ ഇഷ്ടവിഷയം മന്തിക്ക. പക്ഷെ ഇപ്പം ഞാൻ ഖുർആൻ്റെ തഫ്സീറ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ അവശനായി കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടവിഷയത്തിൽ നിന്ന് നമ്മൾ വഴിമാറി കഴിയുമ്പോഴാണോ തഫ്സീറിലേക്ക് പോകണ്ടേ, ഖുർആൻ പഠനത്തിലേക്ക് പോകണ്ടേ? ആ ഖുർആനിൻ്റെ, ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ ഷരീഫ് നമ്മുടെ പണ്ഡിതന്മാർ, ബിരുദധാരികളായ പണ്ഡിതന്മാരുടെ 10,000-കണക്കിന് പണ്ഡിതന്മാർക്ക് ഒരു വർഷം ബിരുദം നൽകുന്നുണ്ട്. ആ ഖുർആന്റെ ഒരു ഖുർആനിന്റെ ഒരു പ്രതി എടുത്ത് ആ പണ്ഡിതന്മാരുടെ ഒരാളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം, സംശയ നിവാരണം വരുത്തി ഞങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ കൊള്ളാവുന്ന എത്ര പണ്ഡിതൻ കേരളത്തിലുണ്ടെന്ന് ഞാൻ വേദനയോട് ചോദിക്കുക. ഖുർആൻ പഠിക്കാതെ ഖുർആൻ പാഠശാലകൾ സ്ഥാപിക്കപ്പെടുക, എന്നിട്ട് ഭിന്നിപ്പിന്റെ വക്താക്കളായി മാറുക, ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനുള്ള മനുഷ്യത്വം പഠിപ്പിച്ച, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഭിന്നിക്കരുതെന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ അന്തസത്തയ്ക്ക് നേരെ വിരുദ്ധമായി ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും നേതൃത്വം നൽകുന്ന ആരുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ ഖുർആന്റെ വഴിയിലല്ല എന്ന് പറയാതിരിക്കാൻ തരമില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ദീർഘിപ്പിച്ചൊന്നും ഇക്കാര്യത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ഇന്ന് വലിയ അപകടത്തിലാണ്. ആർക്കും ആരെയും ആക്രമിക്കാം, ആർക്കും ആരെയും വെറുക്കാം, ആർക്കും ആരെയും വേണേ കീഴ്പ്പെടുത്താം. കണ്ടില്ലേ
ഗസ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ചുടുചാരമാക്കി മാറ്റി ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ ആയുധമുണ്ടെങ്കിൽ ഒരുത്തനൊരു തടസ്സവുമില്ല. ചോദിക്കാൻ ഈ ലോകത്തൊരുത്തനുമില്ല, ഒരാൺകുട്ടിയില്ല. വെനിസ്വേല എന്ന് പറയുന്ന, ഞാനത് മുസ്ലിം ആയതുകൊണ്ട് പറയുകയല്ല, ലോകത്തോട് മുഴുവൻ ഈ നയമല്ലേ, ആ ലോകധിക്കാരിയുടെ ലോകഭീകരന്റെ നയം അതല്ലേ. വെനിസ്വേല എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സമ്പന്നമായ രാജ്യമുണ്ട്. ഗൾഫ് നാടുകളെക്കാൾ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ രായ്ക്ക് രാമാനം പിടിച്ച് കയ്യാമം വെച്ച് അദ്ദേഹത്തെ ആ രാജ്യത്തിന്റെ അധികാര പദവിയിൽ നിന്ന് പറിച്ചെടുത്ത് ഏതോ അജ്ഞാത ദിക്കിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാവയെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ധിക്കാരിയോട് ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ, ഒരു വിരലുയർത്താൻ ലോകത്തൊരാൺകുട്ടിയില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇറാനോട് ഇപ്പോഴുതാ, ഇറാൻ എന്ത് അപരാധമാ ചെയ്ത്? ഞാൻ പറയുന്നത് ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം മനുഷ്യ സ്നേഹമാണ്. അത് നൽകാൻ ഈ ലോകത്ത് ആരുണ്ട്? ഏത് സ്ഥാപനമുണ്ട്? ഏത് ആസ്ഥാനമുണ്ട് എന്ന ചോദ്യത്തിന് ഇത്തരം ഖുർആൻ ശരിയാവണ്ണം പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളല്ലാതെ വേറെ ഏതുണ്ട് എന്നാണ് ഉത്തരം നാം നൽകേണ്ടത്. ഇറാൻ ആരെങ്കിലും ആക്രമിച്ചിട്ടാണോ? ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നാണ് പറയുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയാൽ ഏറിയാൽ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കും, അത്രയല്ലേ ഉള്ളൂ. ആരാണ് ഈ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇറാനെ പിടിച്ച് ഇന്ന് ലോകത്ത് നമ്മുടെ വീട്ടിൽ തീ പുകയുന്നില്ല ഗ്യാസിന്റെ പഞ്ഞം കൊണ്ട്. ഹോട്ടലുകൾ കൂട്ടിപ്പൂട്ടിപ്പോയി. ഇതിനിയും നീണ്ടുപോയാൽ ലോക ജനതയുടെ ജീവിതം ദുസ്സഹമാവൂലേ? ഗൾഫ് രാജ്യങ്ങൾ പ്രതിസന്ധിയിലാണ്. എന്താ ചെയ്തത്? അവരാരെ ആക്രമിച്ചിട്ടൊന്നുമല്ല. പിന്നെയോ ആറ്റം ബോംബ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാക്കിയിട്ട് അത് പരീക്ഷിക്കാൻ വേണ്ടി നിരപരാധികളായ ജപ്പാൻ ജനതയുടെ മേലെ 2 ലിറ്റിൽ ബോയ് അടക്കം 2 ആറ്റം ബോംബുകളെ വിക്ഷേപിച്ച് ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് 3 ലക്ഷം ആളുകളെ ചാമ്പലാക്കി കളഞ്ഞ, ഇപ്പോഴും 1000 ആറ്റം ബോംബുകളുടെ മുകളിൽ അടയിരിക്കുന്ന ഒരു ദുഷ്ടൻ പറയുകയാണ്, ഞങ്ങളുടെ കയ്യിലുള്ള 1000 ആറ്റം ബോംബുകളിൽ ഒന്നുണ്ടാക്കാൻ നിനക്ക് അവകാശമില്ലെന്ന്. അത് കേട്ടിട്ട് മൗനം പാലിക്കാനല്ലാതെ ലോകത്തിന് കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവരോട് നോ പറയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഇത് അപരാധമാണ്, ഇത് കൊടിയധികാരമാണ്, ഇത് അനീതിയാണ് എന്ന് പറയാൻ പഠിപ്പിക്കുന്ന പാഠശാലകളുടെ പേരാണ് ഖുർആൻ പഠന കേന്ദ്രങ്ങളുടെ. ഖുർആൻ പഠിച്ച ഒരാൾക്ക് ഇത് തെറ്റാന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പറയണത് ഇങ്ങനെയൊക്കെ പറയാവുന്ന ആളുകൾ ചോദിക്കുന്നു. ഖുർആൻ പഠിച്ചവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതാണ് ഇപ്പോൾ പ്രശ്നം. ഇങ്ങനെയൊക്കെ പറയാവോ? ഇത് മഹാപറച്ചിലല്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാവോ എന്ന്. ഖുർആൻ പഠിച്ചാൽ അനീതിക്കെതിരിൽ അത് അകത്തുള്ളതായാലും പുറത്തുള്ളതായാലും അതരുതെന്ന് പറയാതിരിക്കാനാവില്ല. ലോകം അത് പറയില്ല. ലോകത്താർക്കും അത് പറയാൻ തൻ്റെ ഇടമില്ല. നമ്മുടെ രാജ്യത്തിന് പാകിസ്ഥാൻ എണ്ണയും ഗോതമ്പും റഷ്യയിൽ നിന്ന് മേടിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ അട്ടിമറിച്ചിട്ട് ജയിലിലിട്ടിരിക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു റഷ്യയിൽ നിന്ന് അത് മേടിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് മേടിക്കുന്നില്ല, അമേരിക്കയിൽ നിന്ന് തന്നെ മേടിക്കാമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി തീരുമാനിച്ചു. ലോകത്തിൻ്റെ ഗുരുവാണെന്ന് പറയുന്ന ആൾക്ക് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ എണ്ണയും ഗോതമ്പും എവിടെ നിന്ന് മേടിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ലോകത്ത് വകവെച്ച് കൊടുക്കാത്ത വിധത്തിലുള്ള കൊടിയ അനീതി ലോകത്തരങ്ങ് തകർക്കുമ്പോൾ, വെറുപ്പും അക്രമവും ലോകത്ത് കൊടികുത്തി വാഴുമ്പോൾ അതിനെതിരിൽ പറയാൻ ആർജവമുള്ള ആൺകുട്ടികളെ, അതിന് പ്രേരണ നൽകുന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ വക്താക്കളെ ലോകത്ത് ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടണം. അല്ലാഹു തആല അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ എന്ന് മാത്രമല്ല, ലോകത്ത് സർവ്വ അധാർമികതകളും തഴച്ചു വളരുകയാണ്. കള്ളും പെണ്ണും ലഹരിയും തേർവാഴ്ച നടത്തുകയാണ്. കേരളക്കരയിൽ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ ഓപ്പറേഷൻ തൂഫാനാ നടത്തിയേ. എന്താ തൂഫാന്റെ അർത്ഥം? ഇവിടെ ആകെ ലഹരിയിൽ മുങ്ങിത്തപ്പുക എന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ലഹരിയില്ലാതെ ലഹരിയെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. 127 കേന്ദ്രങ്ങൾ കണ്ടുകെട്ടപ്പെട്ടു എന്നാ പറഞ്ഞത്. ഇതെല്ലാം നിർബാധം തഴച്ചു വളരുകയാണ്. ആരാണിത് വളർത്തിവിട്ടത്? ഇവിടെ പോലീസ് ഇല്ലായിരുന്നോ? ഇവിടെ അധികാര കേന്ദ്രങ്ങളില്ലായിരുന്നോ? ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഇത് വളരുന്നു. ലഹരിക്കെതിരിലെ സന്ദേശം നൽകാൻ, കള്ളിനെതിരിൽ മദ്യം തൊട്ടുപോകരുതെന്ന് പറഞ്ഞത് കേട്ടിട്ട് ഈ കേരളത്തിന്റെ തെരുവുകളിൽ 100 കണക്കിന് 1000 കണക്കിന് കള്ളുഷാപ്പുള്ളപ്പോഴും ഖുർആന്റെ വക്താവായ ഒരാൾ പോലും ഒരു മദ്യഷാപ്പ് നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. ഒരൊറ്റ മുസ്ലിം കള്ളുഷാപ്പ് നടത്തുണ്ടോ കേരളത്തിൽ? ഇല്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അള്ളാഹയും പള്ളിയും ഖുർആനുമായിട്ട് ഒരു ബന്ധം കാണൂല, അല്ലേ? അതാണ് ഖുർആന്റെ ശക്തി. പലിശ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ചൂഷണോപാധിയെ കൊണ്ട് ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി തന്നെ തകർന്നടിഞ്ഞപ്പോ
പലിശയുടെ മുഴുവൻ ബാങ്കുകളും പൊട്ടി. അമേരിക്ക പൊട്ടി, ഇന്ത്യ പൊട്ടി, ലോകത്ത് പൊട്ടി, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അന്നേരവും പിടിച്ചു നിന്നത് പലിശയില്ലാത്ത ഇസ്ലാമിക് ബാങ്കിങ് ആണ്. അതുകൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനായിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു, നമുക്ക് ഇസ്ലാമിക് ബാങ്ക് തുടങ്ങണം. കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ തോമസ് ഐസക് പറഞ്ഞു, ഇസ്ലാമിക് ബാങ്ക് തുടങ്ങണം. അപ്പോൾ പറഞ്ഞു മുസ്ലിങ്ങളുടെ ബാങ്കാന്നും പറഞ്ഞു വേണ്ടെന്ന് വെച്ചു. ഇപ്പോഴത്തെ 5 ലക്ഷം രൂപ പലിശ ഇല്ലാതെ കടം കൊടുക്കുമെന്ന് പറയണു. അത് തന്നെയല്ലേ ഇസ്ലാമിക് ബാങ്ക്? നമ്മുടെ പുതിയ ഗവൺമെന്റ് പറഞ്ഞു 5 ലക്ഷം രൂപ പലിശ ഇല്ലാതെ ആവശ്യക്കാരന് കടം കൊടുക്കണമെന്നാണ് ഇസ്ലാമിക് ബാങ്ക് പഠിപ്പിക്കുന്നത്. ഇത് മാത്രമാണ് ഇതിന്റെ പരിഹാരമെന്ന് ഇന്ന് സമൂഹം തിരിച്ചറിയുന്നെങ്കിൽ ഇത് പിടിച്ചു കെട്ടാനും കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്ലേഡ് ബാങ്കുകളിൽ ഒരെണ്ണം പോലും ഒരു മുസ്ലിം നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും കഴിഞ്ഞത് ഈ ഖുർആന്റെ ശക്തി കൊണ്ടാണ്. ഞാനൊരു 10-15 കൊല്ലം മുമ്പ് കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് മുനിസിപ്പൽ ചെയർമാൻ ഒരു നബിദിന സമ്മേളനത്തിൽ പ്രസംഗിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെടുകയാണ് മുസ്ലിങ്ങളുടെ കാര്യം ഓർത്ത്. 1000 ബ്ലേഡ് ബാങ്കുകൾ എൻ്റെ മണ്ഡലത്തിലുണ്ട്, എൻ്റെ ഇതിലുണ്ട്, മുനിസിപ്പാലിറ്റിയിലുണ്ട്. ഒരെണ്ണം പോലും മുസ്ലിമിൻ്റെ ഇല്ലാന്ന്. അന്നില്ലായിരുന്നു, ഇപ്പം ഇല്ലെന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നല്ല മുസ്ലിങ്ങളായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഖുർആനെ വലിച്ചെറിഞ്ഞ്. ഒരെണ്ണം പോലും മുസ്ലിം നടത്തുന്നതില്ല. ഇങ്ങനെ 14 നൂറ്റാണ്ടിന് ശേഷവും പലിശയെ പിടിച്ചു കെട്ടാൻ, കള്ള് ഷാപ്പിനെ പിടിച്ചു കെട്ടാൻ, ലഹരിയെ പിടിച്ചു കെട്ടാൻ ശക്തിയുള്ള ഒരു ഗ്രന്ഥം കയ്യിലിരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മൗനിബാബകളാകുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു വിദ്യാർത്ഥി മദ്യപാനികളല്ല. നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ മുഴുവൻ ഇന്ന് കള്ളിനും കഞ്ചാവിനും പെണ്ണിനും അടിമപ്പെടുമ്പോൾ കണ്ടില്ലേ? കോളേജിൻ്റെ ക്യാമ്പസിൽ വെച്ച് സഹപാഠിയായ വിദ്യാർത്ഥിനി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് കഴുത്തറുത്ത് കൊന്നതടക്കമുള്ള വാർത്തകൾ നിരന്തരം കേൾക്കുമ്പോൾ ഈ ഖുർആൻ പഠിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അതുപോലൊരു സംഭവം, കള്ള് കുടിച്ചത്, ലഹരി ഉപയോഗിച്ചത്, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത് അവർ പഠിക്കുന്ന ഈ മഹത്തായ ദർശനത്തിൻ്റെ ഊർജമാണ്. ഇത് പഠിപ്പിച്ചാലല്ലാതെ മരവിച്ചു പോയ മനുഷ്യത്വം തിരിച്ചു പിടിക്കാനോ അതുപോലെ തന്നെ കൈമോശം നമ്മളെ കീഴ്പ്പെടുത്തിയ മൃഗീയതയെ ചെറുത്തു തോൽപ്പിക്കാനോ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇത്തരം സ്ഥാപനങ്ങളെ ആ തരത്തിൽ കണ്ടു വളർത്തിയില്ലെങ്കിൽ ഇന്നത്തെ നിങ്ങൾക്കറിയോ അമേരിക്കയിലും മറ്റും അപ്പനെ അറിയാത്ത തലമുറയാണ് വളരുന്നത്. മാതാപിതാക്കളാരും ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ മക്കളുടെ വീട്ടിൽ ഉറങ്ങാമെന്ന് സ്വപ്നം കാണുക പോലും ചെയ്യുന്നില്ല. ഓൾഡ് ഏജ് ഹോമുകളിലേക്ക് അവർ രക്ഷപ്പെടുകയാണ്, എസ്കേപ്പ് ചെയ്യുകയാണ്. അവരൊക്കെ ഓൾഡ് ഏജ് ഹോമിലാണ് രാത്രി ഉറങ്ങണത്. മക്കളുടെ വീട്ടിൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ സങ്കല്പം പോലും ഇല്ല. നമ്മളൊക്കെ സ്വന്തം മക്കളുടെ വീട്ടിൽ ഉറങ്ങുമ്പോൾ നമ്മുടെയൊക്കെ വിചാരം എല്ലായിടത്തും ഇങ്ങനെയാന്നാ. ഖുർആനുള്ള മതമുള്ള ഒരു സമൂഹത്തിന് മാത്രം അള്ളാഹ് സമ്മാനിച്ച അനുഗ്രഹം ആ മക്കളുടെ തണലിൽ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് പോലും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ നമുക്ക് തരുന്നത് എല്ലാമാണ്. കുടുംബ സമാധാനമാണ്, മനസമാധാനമാണ്, സാമ്പത്തികമായ ഭദ്രതയാണ്, മാനസികമായ പാകതയാണ്. സർവ്വതും ഈ ലോകത്തിന് കൈമോശം വന്നത് തിരിച്ചു തരാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തെ വിഭാഗീയതകൾക്ക് അതീതമായി തന്നെ എൻ്റെ സ്ഥാപനത്തിൽ പഠിപ്പിക്കപ്പെടും. ഖുർആൻ ആവശ്യപ്പെടുന്നത് പോലെ എന്ന് പറയുന്ന ഒരു സാരഥിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തഴച്ചു വളരുമ്പോൾ മനുഷ്യത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടിയാണ് ഇസ്ലാമിൻ്റെ പണി, അതിനുവേണ്ടിയുള്ള അധ്വാനത്തിലാണ്, പുറപ്പാടിലാണ് ഇസ്ലാം. അത് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ ഇതിനെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടും ഇതിനെതിരെ കണ്ണടച്ചാൽ നാം തന്നെ സ്കൂളിലും കോളേജുകളിലും വിദേശത്തുമൊക്കെ പഠിപ്പിച്ച് വലിയ വലിയ ബിരുദധാരികളാക്കി വളർത്തിയെടുക്കുന്ന മക്കൾ നാളെ നമുക്ക് ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ പോവുക. ഒരു മക്കളെക്കുറിച്ചും രക്ഷകർത്താക്കള് സുരക്ഷിതരായി നിർഭയരായിരിക്കേണ്ട അത്രയും അപകടത്തിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഖുർആന്റെ പഠനം, ഹിഫ്ളുൽ ഖുർആൻ ആണെങ്കിലും നമുക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ട്. ഖുർആൻ മനഃപ്പാടമാക്കിയാൽ എന്താ ഗുണമെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ലോകത്തൊരു ഗ്രന്ഥവും മനഃപ്പാടമാക്കിയ ചരിത്രമില്ല. ആരെങ്കിലും മനഃപ്പാടമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തകം അവർ ജീനിയസുകളാണ്. ഞാൻ ലോക ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റിൻ്റെ പ്രതികളെല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങൾ പേടിക്കണ്ട, ഞാനതെൻ്റെ ഓർമ്മയിൽ നിന്ന് പകർത്തി എഴുതിക്കൊള്ളാമെന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ആരാന്നറിയോ? ലോക ചരിത്രഗതിയെ നിയന്ത്രിച്ച അത്ഭുതകരമായ ഭരണാധികാരി സർ വിൻസ്റ്റൺ ചർച്ചിലാണ്. ഒരു പുസ്തകം മനഃപ്പാടമാക്കിയ വ്യക്തികൾ ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ അവർ ലോകത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഒരാൾ ഒരു പുസ്തകം മനഃപ്പാടമാക്കി. ആരാന്നറിയോ? സഖാവ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഋഗ്വേദം 6 വർഷം കൊണ്ട് ഞാൻ കുത്തിയിരുന്ന് മനഃപ്പാടമാക്കിയെന്നൊരു നമ്പൂരി ഇല്ലത്തിൽ ജനിച്ച അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒന്നോടെ പറയുന്നുണ്ട്, എൻ്റെ 6 വർഷം പാഴായ വർഷങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നത്.
പക്ഷെ പരിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കി ആരും എൻ്റെ പാഴായ വർഷങ്ങൾ എന്ന് പറയാറില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മലയാള രാഷ്ട്രീയത്തെ തൻ്റെ വിരൽ ചുമ്പിൽ ചലിപ്പിക്കാൻ ആ മനുഷ്യന് മനനശേഷി വർദ്ധിച്ചതിൻ്റെ പിന്നിൽ 6 വർഷക്കാലത്തെ മനപ്പാടമാക്കലിന് പങ്കുണ്ടായെന്ന് ഓർക്കണം. മനപ്പാടമാക്കുന്നവൻ്റെ ബുദ്ധി ഉണരും, ഓർമ്മ ഉണരും. അവൻ കടന്നു പോകുന്ന എല്ലാ പരീക്ഷകളിലും, പണ്ട് പറഞ്ഞു PMS കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ റോമാനൂർ മുഹമ്മദ് എഴുതി, ഹിഫ്ള് പൂർത്തിയാക്കിയിട്ട് എൻ്റെ കോളേജിൽ വരുന്ന കുട്ടികൾക്ക് മറ്റു വിദ്യാർത്ഥികളെ അപേക്ഷിച്ചിട്ട് പഠനശേഷിയിൽ, ഓർമ്മശേഷിയിൽ 4 ഇരട്ടി വർധനവുണ്ട് എന്ന്. 4 ഇരട്ടി വർധനവുണ്ട് മിനിമം എന്ന്. ഓർമ്മയെ വളർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തയെ ഉണർത്തുകയാണ്. ഏകാഗ്രതയിലേക്ക് നമ്മുടെ മക്കളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇന്നൊന്നിനും ഏകാഗ്രതയില്ലാത്ത തലമുറയാണ്. അതുകൊണ്ട് ഹിഫ്ള് ചെയ്യുന്നത് പാഴാണ്, ആ സമയം നഷ്ടമാണെന്ന് കരുതണ്ട. ജീവിതത്തിൻ്റെ തുടക്കത്തിലെ 7-ാം വയസ്സിൽ ഹാഫിളായി ഇമാം ഷാഫിഈ, 14-ാം വയസ്സിൽ ഈജിപ്തിൻ്റെ ഖാളിയായി, ചീഫ് ജസ്റ്റിസായി. അതാണ് ചെറുപ്പത്തിൽ മനപ്പാടമാക്കുന്നതിൻ്റെ മൂല്യം. മുന്നോട്ടുള്ള ഭാവിയിൽ ദുനിയാവിലും സ്വീകാര്യതയാ. പരലോകത്തിൽ അവൻ്റെ പദവികൾ, ഒരു മനുഷ്യൻ്റെ, അവൻ എത്ര ഹാജിയാരാകട്ടെ, അവൻ എത്ര പണ്ഡിതനാകട്ടെ, ഒരു മനുഷ്യൻ്റെ പദവി ഉയരുന്നത് ഖുർആനിലുള്ള അവൻ്റെ മനപ്പാടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇഖ്റ വർത്തഖി വറത്തിൽ ഖുർആന കമാ കുന്ത തുറത്തിലു ഫി ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ എന്ന് അല്ലാഹു ഖുർആന്റെ ആളോട് നാളെ പറയും അത്രേ. ഓദിക്കോ മോനെ, വർത്തഖി, നിന്റെ ഗ്രേഡുകൾ നീ വർദ്ധിപ്പിച്ചോളൂ. വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫി ദുനിയ, ദുനിയാവിൽ എത്ര മനോഹരമായി നീ പാരായണം ചെയ്തു അതുപോലെ പാരായണം ചെയ്യൂ, ഞാൻ കേട്ടുകൊള്ളാം. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ അവസാനം ഓതി നിർത്തുന്നിടത്താണ് നിന്റെ സ്ഥാനം ചെന്ന് നിൽക്കുക എന്ന്. വേറെ ആരും ആ ഒപ്പെത്തൂല. ദുനിയാവിലും ഈ വ്യക്തി ഖുർആൻ പഠിച്ച് ആ പഠനം കൊണ്ട് ഓർമ്മയും ചിന്തയും ജാഗ്രതയും വിശുദ്ധിയും ഉള്ളിലേറ്റിയ ആ ചെറുപ്പക്കാരൻ ഖുർആനെ വലിച്ചെറിയാതെ മുന്നോട്ട് പോയാൽ, അത് ഞാൻ പ്രത്യേകം പറയും. ഇപ്പൊ ഹിഫ്ള് പഠിച്ചിട്ട് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പിള്ളേരുണ്ട്. ആലിമാവില്ല, എന്താ ഖുർആനിലുള്ളതെന്ന് പഠിക്കൂല. അതവർക്ക് നഷ്ടമേ വരുത്തി വയ്ക്കൂ. അതുകൊണ്ട് ആ പഠന പ്രക്രിയയിൽ അതോടൊപ്പം തന്നെ ഖുർആന്റെ പഠനം എന്ന് പറയുന്നത് വെറും ആയത്ത് പഠിക്കൽ മാത്രമല്ല. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, പരിസ്ഥിതി ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം, ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം ഒരേ ഒരു ഭൂമി എന്നാണ്. ഒരേ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ അനേക ലക്ഷം ഗോളങ്ങൾ ആർത്തിരമ്പുന്ന ഈ ആകാശത്ത് മനുഷ്യവാസത്തിന് ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ എന്ന് 10-15 വർഷം മുമ്പ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യമായി വെച്ചു. പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാൻ മനോഹരമാണ്. അതിന്റെ തുടക്കം മുതൽ ഓതിയാൽ ഒരേ ഒരു ഗോളം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരേ ഒരു ഭൂമിയെ നാം ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. വൽ അർള, ഒരേ ഒരു ഭൂമിയെ, മഫഊലിനെ മുന്തിച്ചാൽ ഹസറുണ്ടെന്ന, ഒരേ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഭൂമിയെ നാം ജീവജാലങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഒരേ ഒരു ഭൂമിയിലല്ലാതെ വേറൊരിടത്തും ജീവജാലങ്ങൾ വാഴില്ല എന്ന അർത്ഥമാണ് അതിൻ്റെത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല. ഇന്നലെ ഞാൻ ജുമയ്ക്ക് അത് വിശദമായി പറഞ്ഞതാ. അവിടെയേ പഴമുള്ളൂ, വന്നഖ്ലു, ഈത്തപ്പനകളും, ദാത്തുൽ അക്മാം, കൂമ്പോളകളുള്ള, വൽഹബ്ബുദുല്ലസ്ഫി, വൈക്കോലുള്ള ധാന്യങ്ങളും, വറൈഹാൻ, സുഗന്ധച്ചെടികളും അവിടെയേ ഉള്ളൂ. ലക്ഷോപലക്ഷം ഗോളങ്ങൾ ഉണ്ടായിട്ട് ഒരു സൗരയൂഥം 10,000 കോടിയാ. അത്ര എണ്ണ 3000 കൊല്ലം വേണം. 10,000 കോടി 1-2 എണ്ണാൻ 3000 കൊല്ലം വേണം. അത്രയും ഗോളങ്ങളുണ്ടെങ്കിലും വൽ അർള വളഅഹാ ലില്ലനാം, ജീവജാലങ്ങൾക്ക് പാർക്കാൻ ഒരേ ഒരു ഭൂമിയെ നാം നിശ്ചയിച്ചിരിക്കുന്നു. എത്ര ഗവേഷണം നടത്തിയാലും അടുത്ത കാലത്ത് ഒരേ ഒരു ഭൂമി. ആകാശത്ത് നാം സുരക്ഷിതമായ മേൽക്കൂരയാക്കിയിരിക്കുന്നു. ഓസോൺ ദിനം ആചരിക്കാൻ ലോകം തീരുമാനിച്ചപ്പോ അവര് പറഞ്ഞത് ആകാശം ഓസോൺ മേൽപ്പുര എന്നാണ്. സഖ്ഫം മഹ്ഫൂൾ, സഖ്ഫം മഹ്ഫൂൾ എന്ന അതേ പദമാണ് ലോകം മുദ്രാവാക്യമായി ഉയർത്തിയത്. ഇങ്ങനെ ഒരു മേൽപ്പുര ആകാശത്തുണ്ട് ഓസോണിൻ്റെതെന്ന് 14 കൊല്ലം മുമ്പ് പറഞ്ഞതിന്റെ പ്രചോദനത്തിൽ നിന്ന് ഗവേഷണപരമായി മുന്നേറിയ ഈ സമുദായമാണ് 6 നൂറ്റാണ്ട് യൂറോപ്പിന്റെ തലസ്ഥാനം സ്പെയിൻ ഭരിച്ച് യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് വിത്തിട്ടത്. ഖുർആൻ പഠിച്ചാൽ കിട്ടുന്ന സമ്മാനം അതാ. ഇന്നലെ ജി സുധാകരൻ മുൻമന്ത്രി നിയമസഭ പ്രസംഗിക്കുന്നത് കേട്ടു. മുസ്ലിമീങ്ങൾ സ്പെയിനിൽ നടത്തിയ വിപ്ലവമാണ്
യൂറോപ്യൻ നവോത്ഥാനത്തിന് വിത്തിട്ടതെന്ന് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചു. ഇതൊക്കെ അറിയുന്നുണ്ടോ ഈ സമുദായം? ഓർമ്മിക്കാൻ, അവൻ്റെ ശബ്ദഗുണത്തിൽ മധുരമായി പാരായണം ചെയ്ത് ആനന്ദിക്കാൻ, സ്വയം ആനന്ദിക്കാൻ, ലോകത്തെ ആനന്ദിപ്പിക്കാൻ, ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ, ചിന്തയെ ചൂടുപിടിപ്പിക്കാൻ, ഗവേഷണത്വര വർദ്ധിപ്പിക്കാൻ, ധാർമ്മിക ബോധം ഉളവാക്കാൻ, മനുഷ്യത്വവും നീതിയും ലോകത്ത് നട്ടുപിടിപ്പിക്കാൻ എന്തിനും പോന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രതിനിധികളെ ഒന്നൊന്നായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ സ്ഥാപനവും ഇതിൻ്റെ സന്തതികളും, ഇരിക്കുന്ന ഓരോ ഉസ്താദുമാരും ഓരോ സ്ഥാപനങ്ങളും നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരാണ്. പലരെ എനിക്കറിയാം. ഇവരൊക്കെ ഇറങ്ങി ആ ജോലികളിൽ ഏർപ്പെട്ടാൽ മരവിച്ചു പോയ മനുഷ്യ മനസ്സുകൾക്ക്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ എത്രയെത്ര മനുഷ്യരെ തിരിച്ചു കൊണ്ടുവന്ന് മനുഷ്യരാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ മനുഷ്യത്വം പൂത്തുലയും. നാളെ സ്വർഗ്ഗലോകത്ത് അതിൻ്റെ സമ്മാനവുമായി നമുക്ക് നിതാന്ത സ്വർഗത്തിൽ രാജാക്കന്മാരായി, രാജകുമാരന്മാരായി വിഹരിക്കാനാകുമെന്ന മഹത്തായി സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും സഹായികളെയും അള്ളാഹു അനുഗ്രഹിക്കുകയും ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുകയും അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ച ആ ഓഡിറ്റോറിയം വളരെ വൈകാത്ത ഭാവിയിൽ യാഥാർത്ഥ്യമാക്കി കൊടുത്തു. ഉസ്താദേ, അങ്ങ് പോയാലും അങ്ങയുടെ ലക്ഷ്യം പൂവണിയാൻ ഞങ്ങളൊപ്പമുണ്ടാകുമെന്ന് തെളിയിക്കാൻ എന്നെ കേൾക്കുന്ന സദസ്സ് ഇവിടെയും പുറത്തുമുള്ളവർ സന്നദ്ധമായാൽ ഇതൊരു വലിയ വിപ്ലവമാണ്. ലോകം കാത്തിരിക്കുന്നത് ഈ വിപ്ലവത്തിനാണ്. അമേരിക്കയും യൂറോപ്പും ഒഴുകുന്നത് ഖുർആനിലേക്കാണ്. നിങ്ങളെ നാളുകളിൽ ലോകത്തിന് വേണം. അതുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തെ വളർത്തുക, സ്വയം വളരുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.